ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സിങ്കിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രാണിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഒഴിവാക്കാനുള്ളത് ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിങ്ക് നന്നായി രാത്രിയൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ കഷ്ണം മുറിച്ചെടുക്കാം. അതിനുശേഷം പതിയെ ടിഷ്യൂ ഇതുപോലെ ഈ ഒരു ഹോൾസിൽ ഒന്ന് വെച്ചു കൊടുക്കാം. ഈ ഹോൾസിൽ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അടുത്തതായി എടുക്കുന്നത് ഡെറ്റോൾ ആണ് കേട്ടോ. ഡെറ്റോള് ഒരു മൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കുക. ഇതുപോലെ വെച്ചു കൊടുക്കുക. പിറ്റേന്ന് രാവിലെ മാത്രം പിന്നെ അത് ഓപ്പൺ ആക്കുക. എങ്കിലും അല്പം പോലും പ്രാണിയോ പാറ്റയോ പല്ലിയോ ഒന്നും അതിൽ നിന്ന് പുറത്ത് കിടക്കാനും പുറത്ത് നിന്ന് അകത്തേക്ക് കിടക്കാനും സാധ്യതയില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഡെറ്റോൾ കയ്യിലില്ലാത്തവരാണെങ്കിൽ ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും നിങ്ങളുടെ ഡിഷ് വാഷ് ലിക്വിഡും ഒരല്പം പേസ്റ്റും ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ ഇതുപോലെ ഞാൻ വെച്ചതുപോലെ വെച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പ്രാണിയിൽ നിന്നും ശല്യങ്ങളിൽ നിന്നും നമുക്ക് മാറ്റം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഒരു സ്റ്റോർ റൂമിലൊക്കെ ഈ ഒരു ഇതുപോലെ ഒരു മരത്തിന്റെ തട പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ഓട്ടൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാണിയൊക്കെ ഇറങ്ങി വരാറുണ്ട്, ഉറുമ്പൊക്കെ ഇറങ്ങി വരാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇത് പോകാനും നമുക്കൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അത്യാവശ്യം ചൂടാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചൂടാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു സംഭവമാണ് നമ്മളിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് അതുപോലെ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ രൂക്ഷ ശല്യമാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഏരിയകളിലേക്കും എത്തിക്കിട്ടും. ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗങ്ങളിൽ മാത്രമായിരിക്കും ആ ഒരു ശല്യം ഉണ്ടാവാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഡോറിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ഡോറിലൊക്കെ ഇതുപോലെ ഒരു തരം പൂപ്പൽ പോലെ കാണാറുണ്ട്. ഇതുപോലെ ഒരു കറുത്ത മണ്ണ് ഉറുമ്പിൻ്റെ ഒരു കൂട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ മഞ്ഞൾ ഉറുമ്പിന് നല്ലൊരു പരിഹാരമാണ്. പ്രത്യേകിച്ച് നല്ല ചൂടാക്കിയെടുത്ത മഞ്ഞളാണെങ്കിൽ പ്രത്യേകിച്ചും ഇതുപോലുള്ള ജോയിന്റുകളിലൊക്കെ ഇതുപോലെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സ്റ്റൗ ഒക്കെ ജസ്റ്റ് ഒന്ന് ഡെറ്റോൾ ടിഷ്യൂ കൊണ്ട് തുടച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ആ ഒരു പ്രാണികളിൽ നിന്നോ ശല്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറ്റാൻ കിട്ടും കേട്ടോ. ഡെറ്റോളിൻ്റെ ഒക്കെ സ്മെല്ല് വരുമ്പോൾ തീർച്ചയായും പല്ലിയൊന്നും അടക്കില്ല നമ്മുടെ കിച്ചൻ്റെ സ്റ്റവിൻ്റെ ഭാഗത്തേക്കൊന്നും. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.